ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. SIRലെ നിർണായക യോഗം ഉൾപ്പെടെ ഉണ്ടല്ലോ ഡൽഹിയിൽ. എന്തൊക്കെയാണ് രാജ്യ തലസ്ഥാനത്ത് നൽകാനുള്ള വിവരങ്ങൾ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് നടക്കാൻ പോകുന്ന ഏറ്റവും നിർണായകമായ ഒരു യോഗമാണ്. രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച ഈ യോഗത്തിൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ പങ്കെടുക്കും. നേരത്തെ ഒരു യോഗം സമാനമായി വിളിക്കുകയും ഇതിനാവശ്യമായുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം സ്വീകരിച്ച നടപടികൾ, SIR നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ യോഗത്തിൽ അവലോകനം ചെയ്യും. ഇതിൽ പല സംസ്ഥാനങ്ങളും BLOമാരെ നിശ്ചയിക്കുന്നത് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ ചില പരാതികൾ ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ 2 ദിവസത്തെ യോഗത്തിൽ പരിശോധിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിനുശേഷം ഈ SIR നടപ്പാക്കാം, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എടുക്കാം എന്നായിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചിരുന്നത്. രേഖാമൂലം തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു മറുപടി കേന്ദ്രത്തിൽ നിന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കുന്ന യോഗത്തിലുണ്ടാകും. ഒരുപക്ഷേ ഇത് സംബന്ധിച്ചുള്ള തീരുമാനവും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതേസമയം മറ്റൊരു നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത് ലഡാക്കിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. സെപ്റ്റംബർ 24-ന് ലഡാക്കിലുണ്ടായ സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ഇവരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിഗണിക്കുന്നതിനായി കേന്ദ്രം സമവായ ചർച്ചകൾക്കായി വിളിച്ചിരുന്നു. ഒക്ടോബർ 6-ന് ഈ ചർച്ചകൾ നടക്കാനിരുന്നതാണ്. എങ്കിൽ സോനം വാങ്ചുക് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ 2 സംഘടനകൾ പ്രധാനമായും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ലേ അപ്പെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നീ സംഘടനകൾ ചർച്ചയിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് ചർച്ച സാധ്യമായിരുന്നില്ല. എന്നാൽ ഇവരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായ ഈ സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ തീരുമാനിക്കണം എന്നുള്ളതായിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ആഴ്ച വന്നു. സുപ്രീം കോടതി മുൻ ജഡ്ജി BS ചൗഹാന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ജുഡീഷ്യൽ സമിതി ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ചർച്ചകൾക്ക് ഇരു സംഘടനകളും തയ്യാറായത്. ലഡാക്കിൽ നിന്നുള്ള MP-യും ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായിരിക്കും ഈ ചർച്ചകളിൽ പങ്കെടുക്കുക. ഇവരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച്, ഒപ്പം തന്നെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇവർക്കുള്ള പരാതികൾ ഉൾപ്പെടെയുള്ളവ ഇന്നത്തെ യോഗത്തിൽ പരിഗണിക്കുന്നുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.